ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോക്സിംഗ് ബ്ലോഗാണ്. അപ്പോൾ നമ്മുടെ തക്കടോ ബോക്സിംഗ് ഗ്ലൗവും എല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് നല്ലതാണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. സോ തക്കടോന് ബോക്സിംഗ് അറിയാമെന്നാണ് തക്കടോന് എല്ലാവരും. അപ്പോൾ തക്കടോൻ്റെ ബോക്സിംഗ് സ്കില്ലുകൾ നമുക്കിന്ന് ഈ ബ്ലോഗിലൂടെ കാണാം. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ തുടങ്ങിക്കോ. തക്കടുവിനായിട്ട് നമ്മൾ ബോക്സിംഗ് ബാഗ് ഉണ്ട്. അപ്പോൾ തക്കട് ഫുള്ള് ഗ്ലൗവൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ പുറത്ത് ഇവിടെ എന്തോ കല്യാണം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാരും മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ തക്കടുവിൻ്റെ ബോക്സിംഗ് തുടങ്ങാണ്. ഓക്കെ, സ്റ്റാർട്ട്. തക്കടു ഇതാ അതിസാഹസികമായി ബോക്സിംഗ് ബാഗിലേക്ക് ഇടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ബോക്സിംഗ് ബാഗ് ആവശ്യതയായി. ബോക്സിംഗ് ബാഗ് ഇതാ ചെളുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തക്കടുവിൻ്റെ ഓരോ അടിയിലും ബോക്സിംഗ് ബാഗ് തെറിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബോക്സിംഗ് ബാഗ് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് തക്കടു ഇതാ പിന്നെയും അടിച്ചു കൊണ്ടിരിക്കുന്നു. തക്കടുവിൻ്റെ ദേഷ്യം തക്കടു ബോക്സിംഗ് ബാഗിൽ തീർക്കുകയാണ്. സ്കൂൾ തുറക്കും അടുത്ത ആഴ്ച, അതുകൊണ്ട് തന്നെ തക്കടുവിൻ്റെ ദേഷ്യം തക്കടു ഈ ആഴ്ച തീർക്കുകയാണ്. ഈ ബോക്സിംഗ് ബാഗ് ആരാ എന്ന് കരുതിക്കൊണ്ട് തക്കടു ബോക്സിംഗ് ചെയ്യുന്നു. ഈ ബോക്സിംഗ് ബാഗിന് മുന്നിൽ നാട്ടുകാരൊക്കെ നോക്കുകയാണ്. തക്കടുവിൻ്റെ ബോക്സിംഗ് കണ്ടിട്ട് നാട്ടുകാർ വിചാരിക്കുന്നു, ഈ ചെക്കന് ഇതെന്ത് പറ്റി, അവനെ അറിയുള്ളൂ അവനെന്ത് പറ്റിയെന്ന്. തക്കടു, എന്താണ് ഈ ബോക്സിംഗ് ഇപ്പോൾ ചെയ്യാനുള്ള കാരണം? തക്കടുവിന് ആരോടോ ഉള്ള ദേഷ്യമാണ് തക്കടു ഈ ബോക്സിംഗ് ബാഗിൽ തീർക്കുന്നത്. ആരോടാണ്? എന്താണ് അവൻ ചെയ്തത്? മോതിരം എടുത്തു വെച്ചോ? മോതിരം അടിച്ചു മാറ്റി എന്നുള്ള അതിനോടുള്ള ദേഷ്യമാണ് തക്കടു ഇതാ ഈ ബോക്സിംഗ് ബാഗിനോട് തീർക്കുന്നത്. അടിക്കൂ, കൊല്ലണ്ട. ഇതാ തക്കടു പവർ പഞ്ചുകൾ, തക്കടുവിൻ്റെ പവർ പഞ്ചുകൾ, ഫാസ്റ്റ് പഞ്ച്. 1 2 തക്കടു ഇതാ. ഓ, ഇപ്പം തല പോയി. എടാ, നിന്നെ ഞാൻ കൊല്ലുമടാ എന്ന് പറഞ്ഞുകൊണ്ട് തക്കടു ഇതാ അടിച്ചു മിന്നുകയാണ്. തക്കടുവിൻ്റെ ഡ്രസ്സ് കാണുക. ഇതാ തക്കടു അടിയോടടിയാണ്, പെരിഞ്ഞടിയാണ്. തക്കടുവിൻ്റെ മുന്നിൽ ഇനി ആര് വന്നാലും അടിച്ചിടും. തക്കടു ഇനി ആരെ വേണമെങ്കിലും ഇടിച്ചിടുമെന്നാണ് പറയുന്നത്. തക്കടു മടുത്തോ? അടി. തക്കടു ഇതാ സ്കില്ലുകൾ കാട്ടുന്നു. തക്കടുവിൻ്റെ സ്കില്ലുകൾ കണ്ട് ഞാൻ തന്നെ കോരിത്തരിച്ചു പോയി. സിമ്പിള്, ഒരു പ്രൊഫഷണൽ ബോക്സറിൻ്റെ അതേ മികവോടെ ഇതാ തക്കടു ബോക്സ് ചെയ്യുന്നു. ബോക്സ് കളത്തിൽ തക്കടു, ബോക്സർ തക്കടു അടിക്കുന്നു, ഇടിക്കുന്നു. എതിരാളിയെ നിലം പരിശാക്കാനുള്ള അടവുകൾ തക്കടു ഇതാ എടുക്കുന്നു. തക്കടു ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം, തക്കടു ഒരു ബോക്സറാണ്. അതെ, തക്കടു ആണ് ആ ബോക്സർ. തക്കടു 2ാം ക്ലാസ്സിലെ വിജയം, 2ാം ക്ലാസ്സിലെ മുത്ത് തക്കടു. അവൻ്റെ ബോക്സിംഗ് മികവുകളിതാ മുന്നിൽ വന്നവരെയൊക്കെ
അടിച്ച് നിലംപരിശാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ തക്കുടു ബോക്സിംഗ് തുടരുന്നു. അവൻ്റെ സ്കില്ലുകൾ ഇതാ കാട്ടുന്നു. തക്കുടു ഇതാ ബോക്സിംഗ് യുഗത്തിൻ്റെ മറ്റൊരു മാറ്റാനാവാത്ത പ്രതിഭയാവും എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞു. ഇതാ തക്കുടുവിൻ്റെ ബോക്സിംഗ് തുടരുന്നു. ഇതാ തക്കുടു അടിച്ച് പൊളിക്കുകയാണ്, മാറിക്കൊടുക്കുകയാണ്, അടവുകൾ എടുക്കുകയാണ്. ആടവ് വേണ്ട കേട്ടോ. ഓ അതേതാ സ്കില്ല്. തക്കുടുവിൻ്റെ സ്കില്ലുകൾ പുറത്തു വരികയാണ്. ബോക്സിങ്ങിൽ താനൊരു പുലിയാണെന്നാണ് തക്കുടു പറയുന്നത്. ഇതാ തക്കുടുവിൻ്റെ ബോക്സിംഗ് തുടരുന്നു. വീണ്ടും കളിയുടെ ആവേശം തുടരുന്നു. തക്കുടു എന്തൊക്കെയോ സ്കില്ലുകൾ കാട്ടുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നില്ല. തക്കുടു ഇതാ വീണ്ടും ബോക്സിംഗ് തുടരുന്നു. തക്കുടുവിൻ്റെ പഞ്ച് ഇതാ ബലം കുറഞ്ഞു വരികയാണ്. മടുത്തു എന്ന് തോന്നുന്നു. തക്കുടു മടുത്തോ? തക്കുടു മടുത്തു എന്ന് തോന്നുന്നു. മടുത്തോ? ഇല്ല. എന്താ പറയാനുള്ളത്? മോതിരം അടിച്ചു മാറ്റിയ എന്നോട് പറയാ, ഞാൻ അടിച്ചു പാപ്പടാക്കും. ഓക്കേ ഗൈസ്. തക്കുടു വീണ്ടും ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇടിച്ചു. ലൈക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇടിക്കും എന്നാണ് തക്കുടു പറയുന്നത്. ഇടി എന്തായാലും ഉറപ്പായി. അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് പോവുക. സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ പറ. സബ്സ്ക്രൈബ് കൂടെ ചെയ്തില്ലെങ്കിൽ ഇടി പാഴ്സലായിട്ട് വരുന്ന പറ. 10 ഇടി വരും സബ്സ്ക്രൈബ് ചെയ്തില്ലേ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ തക്കുടുവിൻ്റെ ഇടി കൊള്ളാതിരിക്കും രക്ഷപ്പെടാൻ പറ്റൂ. കെട്ടിത്തൂക്കി ഇടിക്കുമെന്നാണ് തക്കുടു പറയുന്നത്. തക്കുടു ഇടി തുടങ്ങിയപ്പോൾ അനൗൺസ്മെന്റ് നിർത്തി. പേടിച്ചു പോയി തോന്നുന്നു. തക്കുടുവിൻ്റെ ഇടി കണ്ടിട്ട് ഞാൻ തന്നെ പേടിച്ചു പോയി. പിന്നെയാ തക്കുടു ഒരു താരം തന്നെ. തക്കുടുവിൻ്റെ നിക്കറ് പെൺകുട്ടികളുടെ നിക്കറാണോ എന്ന് സംശയമുള്ളവർ കമന്റ് ചെയ്യുക. പക്ഷെ ഇത് ആൺകുട്ടികളുടെ നിക്കറാണ് അല്ലേ തക്കുടു? അതേ ഉള്ളൂ. തക്കുടു ഇതാ വീണ്ടും ഇടിയുടെ ആവേശത്തിൽ തക്കുടു ഇതാ പലതരം ഇടിച്ചു പൊളിക്കുകയാണ് തക്കുടു. ഇതാ ഇടി തനിക്കൊരു പുത്തരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തക്കുടു ഇതാ ഇടി തുടരുന്നു. ഇവിടെ നേരെ നിന്നാൽ എൻ്റെ മൂക്ക് പാലം തക്കുടു തകർക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുകയാണ്. തക്കുടുവിൻ്റെ ഇടി അതൊരു ഇടി തന്നെ. ഇത് വെറും തക്കുടു അല്ല, അടവുകൾ 18 പഠിച്ച ബോക്സർ തക്കുടു. അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ചോദിക്കുന്നു, ഇവൻ എന്താണ് ചെയ്യുന്നത്? തക്കുടു ബോക്സിംഗ് ആണ് ചെയ്യുന്നത്. ഇതാ തക്കുടു ഇടിയോടിടി, മരണടി. എത്രയോ ദേഷ്യം ഉള്ളിലുണ്ട് തക്കുടുവിന് അല്ലേ തക്കുടു? പാവം പൂച്ചയുടെ മേലേക്കാണ് ഇനി തക്കുടുവിൻ്റെ ഇടി. വേണ്ട, മാന്തും, അടിക്കും. തക്കുടു വീണ്ടും ഇതാ ഇടിയിലേക്ക് കടന്നിരിക്കുന്നു. കളിയുടെ ആവേശം തക്കുടു. ഓ തക്കുടുവിൻ്റെ സ്കില്ല് കണ്ടോ? ഇതാ ആടിക്കൊണ്ടിരിക്കുന്ന, തൂങ്ങിക്കിടക്കുന്ന കണ്ടോ? അതെന്താണ്? അത് ബോക്സിംഗ് ആണ്. ഓ തക്കുടു, ഇത് തക്കുടുവിൻ്റെ വിജയം. തക്കുടു ഇതാ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ഇടിയൻ ചന്തുവിനെ തോപ്പിച്ചിരുന്ന തക്കുടുവായി മാറിക്കഴിഞ്ഞു. എനിക്ക് കുറെ ട്രോഫി വീട്ടിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ വീട്ടില് എന്റെ വീട്ടിൽ
ബോക്സിംഗില് ഫസ്റ്റ് തക്കട എല്ലാരും വീഴും. തക്കടോൻ്റെ ഒറ്റയടിക്ക് എല്ലാവരും വീഴുമെന്നാണ് തക്കട് പറയുന്നത്. നമുക്കത് കണ്ടറിയാം. തക്കട് ഇതാ വീണ്ടും മടുക്കാതെ ബോക്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തക്കടുവിൻ്റെ കൈകൾ തളരുന്നില്ല, കാലുകൾ തളരുന്നില്ല. തക്കടു രാവിലെ കഴിച്ച ബ്രെഡും ജാമും ഇതാ ദഹിച്ചിരിക്കുന്നു. ഇനി കഴിക്കാൻ ഇവിടെ ഒന്നുമില്ല തക്കടു, അതുകൊണ്ട് മെല്ലെ ഇടിക്കുക. മുട്ടായി കഴിച്ചാൽ നമ്മളെ സ്ട്രോങ് പോവും. മുട്ടായി കഴിച്ചില്ലെങ്കിൽ സ്ട്രോങ് കൂടും. യെസ്, തക്കടുവിൻ്റെ തോട്ടതാണ്. മുട്ടായി ബഹിഷ്കരിച്ചുകൊണ്ട് തക്കടു നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലേ തക്കടു? അതാണ് ആ അതാണ്. ഒരു മുട്ട പോലും കഷ്ടിച്ച് കഴിക്കാൻ ആരോഗ്യമില്ലാത്ത തക്കടുവാണെന്ന് കരുതിയോ നിങ്ങൾ? അല്ല, ഇത് ബോക്സിംഗ് തക്കടു. രാവിലെ എന്താ കഴിച്ചേ? രാവിലെ എന്താ കഴിച്ചേ? ബ്രെഡും ജാമും. ബ്രെഡ് ജാമും കഴിച്ചുകൊണ്ട് ഇതാ ബോക്സിംഗ് ചെയ്യുന്നു. ഇനി ഉച്ചയ്ക്ക് ഇവിടെ കഴിക്കാനൊന്നുമില്ല, ഉണ്ടാക്കണം. വെള്ളം കുത്തി കിടന്നുറങ്ങാം. അടി. തക്കടുവിന് ദേഷ്യം വന്നാൽ തക്കടു നാടനടിയാണ്. ഇതേതടി? തക്കടു ഇതാ സ്കില്ലുകൾ എടുക്കുന്നു. എതിരാളിയെ സ്കില്ല് കാണിച്ച് അവനെ നിലം പരിശാക്കുകയാണ് തക്കടുവിൻ്റെ ലക്ഷ്യം. ആവട്ടെ. ഇതെന്താ? തക്കടു ഇതാ സ്കില്ല് കാണിച്ചതാണ്. ഞാൻ വിചാരിച്ചു രാവിലെ പോയിട്ടില്ല. ഓക്കെ, തക്കടു ഇതാ വീണ്ടും തുടങ്ങുകയായി. തക്കടുവിൻ്റെ പഞ്ച്. തക്കടു ഇതാ അനൗൺസ്മെൻറ്റ് തുടങ്ങിയിട്ട് അവിടെ വീണ്ടും ഇവിടെ അനൗൺസ്മെൻറ്റ് തുടങ്ങി ഗൈസ്. അപ്പോൾ തക്കടുവിൻ്റെ ഇടി വീണ്ടും തുടങ്ങേണ്ടതായിട്ടുണ്ട്. ഇടി കൊണ്ട് ഇതാ വീടൊക്കെ ഇപ്പോൾ പൊളിഞ്ഞു വീഴുമെന്നാണ് തോന്നുന്നത്. തക്കടുവിൻ്റെ ഇടി അത്രയും ശക്തിയാണ് ഗൈസ്. വീടിപ്പോൾ പൊളിയുമെന്നാണ് തോന്നുന്നത്. തക്കടു ഇതാ ഇടി തുടരുന്നു. തക്കടു പൂച്ച വരെ പേടിച്ചു പോയി. അപ്പോൾ തക്കടുവിൻ്റെ ഇടി നിർത്താറായോ അതോ ഇനിയും തുടരുമോ? ഇടി തുടരുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ബോക്സിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് തക്കടുവിന് എന്താ പറയാനുള്ളത്? ബോക്സിംഗ് തുടങ്ങുന്നവരെ ആദ്യം പോയിട്ട് ബോക്സിംഗ് പഠിക്കുക എന്നാണ് തക്കടു പറയാനുള്ളത്. ഗ്ലൗസും ഹെൽമെറ്റും പിന്നെ അതുപോലെ തന്നെ എല്ലാം അവര് പറയുമ്പോ ഇതൊക്കെ വാങ്ങിക്കണം. കയ്യിലിടുന്ന ഗ്ലൗസ് കഴിഞ്ഞിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ സ്കില്ലൊക്കെ പോകും. കയ്യിലിടുന്ന ഗ്ലൗസ് ഒക്കെ മേടിച്ചിട്ട്. അതെ, തക്കടുവിന് പറയാനുള്ളത്, തക്കടുവിന്റെ പ്രായത്തിലുള്ള കുട്ടികളോട് തക്കടുവിന് എന്താണ് പറയാനുള്ളത്? എന്റെ പ്രായത്തിലുള്ള കുട്ടികളോട് ഇങ്ങനത്തെ തന്നെ വാങ്ങാൻ പറയണം. കയ്യില് ഗ്ലൗസ് ഒക്കെ ഇട്ട് ഇടിക്കാൻ പറയാം അല്ലേ? പക്ഷെ പഞ്ഞീന്റെ വേണം വാങ്ങിക്കാൻ. വീട്ടുകാരെ ഇടിക്കാൻ പറ്റുമോ? വീട്ടുകാരെ ഇടിക്കാൻ പറ്റുമൊക്കെ ചെയ്യും. പക്ഷെ എന്തെങ്കിലും കുറ്റം ചെയ്താൽ മാത്രം അല്ല, കുറ്റം ചെയ്യും. അച്ഛനെയും അമ്മേനൊന്നും ഇടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്ക്. അച്ഛനെയും അമ്മേനും മാത്രം ഇടിക്കരുത്. ബാക്കി ചേട്ടനെ ഇടിക്കരുത്. വേറെ ആരും ഇടിച്ചാലും കുഴപ്പമില്ല. ആണോ? തെറ്റ് കണ്ടാൽ പ്രതികരിക്കണം എന്നാണ് തക്കട് പറയുന്നത് അല്ലേ? എന്തെങ്കിലും മോഷണമൊക്കെ പോയിട്ടുണ്ട് പരത്തും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. കുറച്ചു നേരം മുമ്പേ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും ഇടി കിട്ടും. സോ ഗൈസ്, see you later guys. Bye.